Kavla Celebrity Kitchen Magic. നമസ്കാരം. കവള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ ഇന്ന് ഞങ്ങൾക്ക് തന്നത് എന്താണെന്ന് പറഞ്ഞല്ലോ ബംഗാൾ. അപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഒരു റൈസ് ശരിയാക്കുന്നുണ്ട്. അതിന് കൂടെ ഇപ്പോൾ 2 കൂട്ടം, ഒരു ഫിഷ് കറി, പിന്നെ ഒരു എന്താ പറയുക ചിക്കൻ, എന്താ പറയുക മനസ്സിൽ മൊത്തം മെമ്മറി ഔട്ടാണ്, മെമ്മറി അടിച്ചു വിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ ഇങ്ങനെ പെപ്പർ, സാൾട്ട്, പിന്നെ കുറച്ച് ലൈം ഒക്കെ ഒഴിച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാം. തന്തൂരി ചെയ്തെടുക്കാൻ പോവാം. അപ്പോൾ ഇവിടെ പകരം ഞാൻ ഓവനിൽ വെച്ചിട്ട് തന്തൂരി ശരിയാക്കാം. ആദ്യം പെപ്പർ ഇട്ടു, സാൾട്ട് ഇട്ടു, ഇനി കുറച്ച് ലൈം പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇത് അവിടെ ഉള്ളതാണോന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കുകയായിരുന്നെങ്കിലും. പിന്നെ കുറച്ച് ലേശം മുളക് പൊടി. ഇപ്പോൾ മസാല വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കും. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് ചതയ്ക്കണം. അപ്പോൾ ഞാനിത് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. ചതയ്ക്കാൻ വേണ്ടി എൻ്റെ ഒന്നും കാണുന്നില്ല. തൽക്കാലം ഞാൻ ഇത് വെച്ച് തന്നെ ചതയ്ക്കുകയാണ്. ഇത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാം. അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇത് ഗ്രില്ല് ചെയ്യാനുണ്ട്, മാറ്റി വയ്ക്കുകയാണ്. ദാൽ കറി ഉണ്ടാക്കുകയാണ്. റൈസ് വേഗം വെച്ചിട്ടുണ്ട്, തിളക്കട്ടെ. പരിപ്പിടുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറ് നോക്കാം. പരിപ്പ് ഇറക്കി. ഇനി അതിലേക്ക് വേണ്ട അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് കടുകിട്ടു. പക്ഷേ കിടക്ക് വയ്യാണ്ടായി അല്ലേ? കുഴപ്പമില്ല, അല്ലേ? അതുകൊണ്ട് വലിയ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കണ്ട അല്ലേ? ഒരു വിധം എന്തെങ്കിലും അല്ലേ എന്തെങ്കിലും ചെയ്തെടുക്കണം. ബംഗാളി ആയിട്ട് എന്തെങ്കിലും റൈസ്, കുറച്ച് ഫിഷ് കറി ഓക്കെ നടക്കട്ടെ. ഇപ്പോൾ സവാള വേണം, കുറച്ച് ഫിഷ് കറി ഉണ്ടാക്കുന്നുള്ളൂ. കടുകെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുകയാണ്. അതിലേക്ക് പച്ചമുളകും സവാളയും ഇട്ടു. ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി,
വെള്ളം ഒഴിച്ചു. കുറച്ച് കറി ഉണ്ടാക്കുള്ളൂ, അതുകൊണ്ട് കുറച്ച് കത്തിരി ഇട്ടുള്ളൂ. വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നെയ്യിൽ കടുകൊട്ടിച്ച് വെച്ചതിലേക്ക് പരിപ്പൊഴിക്കുകയാണ്. ദാൽ കറി റെഡി ആയിട്ടുണ്ട്, മീൻകറി റെഡി ആയിട്ടുണ്ട്, ചോറ് റെഡി ആയിപ്പോൾ. ഇത് തൈരാണ്, ഒരു ലസ്സി, ഷുഗർ മാത്രം ഇട്ടിട്ട്. ഇതിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ലേശ മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ ചുമ്മാ തൈര് മധുരം ഉണ്ടാന്ന് നോക്കട്ടെ. ഞാൻ ഭയങ്കര ടയേർഡാണല്ലേ, സോറി. ഇത് നമ്മൾ നേരത്തെ ശരിയാക്കി വെക്കുക ചിക്കനാണ്. ഇത് ഗ്രില്ല് ചെയ്യാൻ പോവുക. ഗ്രിൽ ചിക്കൻ നോർത്ത് ഇന്ത്യയിൽ എന്തായാലും എല്ലാവരും കഴിക്കുന്നതാണല്ലോ. തന്തൂരി ചിക്കനാണ്, തന്തൂരി. വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ളൊരു മീൻകറിയാണ്. അവരിങ്ങനെ വെജിറ്റബിൾസ് ഇട്ടിട്ട് ആ മീൻകറി ഉണ്ടാക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് ചേച്ചി കൃഷ്ണയും പറയും. ദാൽ കറിയാണ്.
ഇനി ബംഗാളി വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ വിളിക്കും. അപ്പോൾ അവർ 4 പേരാണ് അതെ അല്ലേ? ഓക്കെ, ആദ്യം ആരെയും വിളിക്കണ്ടേ? നിഷ. നിഷ. നിഷ വരും. എന്തായാലും ഇടയ്ക്ക് ഒരു അല്ലേ വല്ലാതെ ബോധം കെടുകയൊക്കെ ചെയ്തു. ചെറിയൊരു ടെൻഷൻ. ടെൻഷനുണ്ടായിരുന്നു, പക്ഷെ പനിയായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത്രയൊക്കെ ചെയ്തില്ലേ? അതെ, ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ നിഷയ്ക്ക് എന്തായാലും ഇനി പങ്കെടുക്കാൻ പറ്റില്ല ഈ സെമിയിൽ എന്ന് വിചാരിച്ചാൽ. പക്ഷെ എന്തോ തിരിച്ചു വന്നിട്ട് പുള്ളിക്കാരി അത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഞങ്ങളെന്തായാലും ഒന്ന് സ്വാദം നോക്കാം. ഇത് ബംഗാളി കുറേയൊക്കെ അല്ലേ ബംഗാളി സ്റ്റൈൽ ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. മസ്റ്റർഡ് ഓയിലാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. മസ്റ്റർഡ് ഓയിൽ. ഇത് പിന്നെ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ടാണ് മീൻ കറി തയ്യാറാക്കിയിരിക്കുന്നത്. അല്ലാതെ കത്തിരിക്കയാണോ? കത്തിരിക്ക ഉണ്ട്, ബീൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, നോക്കാം. റൈസും കറികളും അല്ലേ? ഇത് മറ്റേ ലസ്സിയാണ് അല്ലേ? അവിടെ തൈര് ലസ്സി ആയിട്ട് അവിടെ തൈരിൻ്റെ ഒരു ഡിസേർട്ട് ഉണ്ട്, സ്വീറ്റ് കേർഡ് വെച്ചിട്ട്. ഇത് ദാലല്ലേ? ഇതാണ് മറ്റേ ലസ്സി. യാ, സ്വീറ്റ്. നോക്കാം ബംഗാളിയാണോ കുറച്ചൊക്കെ അല്ലേ? എന്തൊക്കെയോ. ദാല് ബംഗാളിയാണ്. ദാല് ഡൗട്ടില്ല. എന്തായാലും ഫിഷിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ബംഗാളി സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി നമുക്ക് അഞ്ജന അപ്പുക്കുട്ടനെ വിളിക്കാം. ഓക്കെ, അഞ്ജന വരും. അഞ്ജന എങ്ങനെയൊക്കെയോ ഒരു ബംഗാളി സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. രസഗുള കാണുമ്പോൾ സ്കോർ ചെയ്തത് കേട്ടോ, അതായിരിക്കും. അതെ, രസഗുള കണ്ടപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് വരുന്നത്. പിന്നെന്താ ബ്രിഞ്ചോളിൻ്റെ ആ ഒരു വൈറ്റ് പേസ്റ്റില് അല്ലേ? കസ്കസ്, കുറച്ച് കാഷ്യൂ, മസ്റ്റേർഡൊക്കെ വെച്ചിട്ട് ഫിഷ് ഉണ്ട്, സീ ഫുഡ്, എല്ലാ കാര്യങ്ങളും, തൈര്, പ്രോൺസ്. ഒരു ബംഗാളി സ്റ്റൈലാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കഴിക്കാം. ഓക്കെ, കുഴപ്പമില്ല. രസഗുള പക്ഷേ ഇച്ചിരി ഹാർഡായി പോയി അല്ലേ? പനീർ അതിലൊരു ചെറിയ പ്രശ്നം പറ്റി. എന്താ വെച്ചാൽ മൈദ കൂടെ ചേർത്തു, 2 സ്പൂൺ. പക്ഷെ ഒട്ടും പാടില്ല. മൈദ ഇട്ടതുകൊണ്ടാണ് ഹാർഡായത്. പനീറിനെ സ്മൂത്തായിട്ട് നീഡ് ചെയ്ത് കുഴച്ചിട്ട് ഇങ്ങനെ ഒരു പഞ്ചസാര വെള്ളത്തിൽ സിറപ്പ് ഇതിന് തിക്കല്ല, ലൂസ് പഞ്ചസാരയിട്ട് തിളപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അത് സോഫ്റ്റ് ആക്കിയത്. പനീർ ബോൾസ് ഇതിനൊരു പുളിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ബംഗാളി ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഒരു സാധനം ഇതിനകത്തുണ്ട്. ഇതിൽ ആ ഒരു വൈറ്റ് പേസ്റ്റിൻ്റെ ഒരു ബ്രിഞ്ചോൾ കറിയെല്ലാം വന്നു. പിന്നെ ചിക്കനും ഒക്കെ ആ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് അല്ലേ? ആൻഡ് ലസ്സി. ഇനി അനില ശ്രീകുമാർ. അനില വരും.
കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഫിഷ് ഫ്രൈ, ഫിഷ് കറി, പിന്നെന്താ ചിക്കൻ കറി, പിന്നെ വഴുതനങ്ങ വെച്ചിട്ടും വെണ്ടയ്ക്ക ഒരുപാട് ഐറ്റംസ്, പ്ലെയിൻ റൈസ്. അതെ, പിന്നെന്താ കൊറിയൻഡർ റൈസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നു, മല്ലിയില ഇട്ടിട്ട്. ആൻഡ് ഡിസേർട്ട് അല്ലേ? ഡിസേർട്ട് ഒരു പൈനാപ്പിൾ സ്വീറ്റ്. അത്രയേ ഉള്ളൂ. യുവർ ഓൺ ക്രിയേഷൻ. എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അല്ലേ? ടേസ്റ്റി. സ്വീറ്റ് സ്വന്തം ഇഷ്ടത്തിനാണ് അത്. നമുക്ക് അങ്ങനെ ഇപ്പോൾ ഇതിനെ ഒരു ടിപ്പിക്കൽ ബംഗാളി ആണോ എന്ന് ചോദിച്ചാൽ ചിലതൊക്കെ ചിലപ്പോൾ ബംഗാളി ഉണ്ടാവും. ഒരു മിക്സ്ചറാണ്. ഫിഷ് കറിയും ചിക്കൻ കറിയും ഒക്കെ ഏതാണ്ട് അതുപോലത്തെ അല്ലേ? ക്യാഷ്. ഇത് ചെമ്മീനും ചൊരക്കയും ചൊരക്കയല്ല. അപ്പോൾ എല്ലാം ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ അല്ല? ഇനി നമുക്ക് ശാലിനിയെ വിളിക്കാം. ശാലിനി വരും. ഓക്കെ ശാലിനി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു ആലു പറാട്ട മാതിരി. അറിയില്ലായിരുന്നു ബംഗാളി, ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അറിയുന്ന പോലെയൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഞങ്ങളൊന്നും പറയുന്നില്ല. ലസ്സി, മസ്റ്റർഡുണ്ടോ ഇതിൽ? ഇല്ലല്ല, അതിലില്ല. ഈ കറിയിൽ മാത്രം മസാല ചേർത്തിട്ടുള്ളൂ, അതൊന്നും ചേർത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ സെമി ഫൈനൽ റൗണ്ടും കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും വലിയൊരു പെർഫോമൻസ് ഒന്നും അല്ലേ മിക്കവാറും ആരും കാഴ്ചവെച്ചില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഈ ഒരു റൗണ്ടിൻ്റെ മാത്രം മാർക്ക് കൊണ്ട് ഒരു ഇവാലുവേഷൻ അസാധ്യമാണ്. നിങ്ങളുടെ ഇതുവരെയുള്ള റൗണ്ട്സിലൊന്നും എലിമിനേഷൻ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ആദ്യം തൊട്ടുള്ള റൗണ്ട്സിൻ്റെ പെർഫോമൻസ് എല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ടോട്ടൽ ഇവാലുവേഷൻ എടുത്തിട്ടാണ് ഒരു നമ്മുടെ ഫസ്റ്റ് എലിമിനേഷൻ ആണെന്ന് തോന്നുന്നു. അന്നാണ് പറയാം. First and the last. And one more. Okay, one more. ഇനി എലിമിനേഷൻ ഇല്ല, 1, 2, 3 വരുള്ളൂ. ഇനി അടുത്തത് ഫൈനൽസിലേക്കുള്ള ഡയറക്റ്റ് എൻട്രി ആണ്. ഇതിൽ നിന്നും ഫൈനലിസ്റ്റുകളെ നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ ഫൈനലിസ്റ്റുകളാണ് ഇനി വരാൻ പോകുന്നത്. അതിൽ നിന്നുമാണ് പിന്നെ അടുത്ത മത്സരത്തിലൂടെ 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം. സോ അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ റൗണ്ട്സിൻ്റെയൊക്കെ ഒരു ഇവാലുവേഷൻ നിങ്ങളുടെ മനസ്സിലൂടെയും ഒന്ന് കടന്നു പോയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും നിങ്ങൾ എങ്ങനെയായിരുന്നു പെർഫോം ചെയ്തത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ആരൊക്കെ ഏതൊക്കെ ആദ്യമൊക്കെ എന്താ ചെയ്തിരുന്നു, എത്രയൊക്കെ നന്നായി വന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓരോ റൗണ്ടിൽ നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ട് വരുന്നുണ്ട്. എന്നാൽ തന്നെയും ഈ എല്ലാവരെയും നമുക്ക് ഒരു ഫൈനൽ റൗണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സോ നിങ്ങളെല്ലാവരും തന്നെ ബെസ്റ്റാണ്. എന്നാൽ തന്നെയും അതെ, എക്സാക്ട്ലി. കാര്യം 10 പേരുണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരാൾ ആബ്സെൻ്റ് ആണ്, വീണ. 9 കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും 9 പേരെയും ഫൈനൽസിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 6 പേരെ മാത്രം ഫൈനലിസ്റ്റുകളായിട്ട്. 6 പേര് ആരൊക്കെയാണെന്ന് പറയാം. യെസ്. ഓക്കെ, ഞങ്ങൾ ആ 6 പേരുടെ പേര് വിളിക്കാം. അതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. ആ 6 പേരിൽ വരാത്ത ആൾക്കാരെ വളരെ സ്പോട്ടീവായിട്ട് എടുക്കുക. ഇതുവരെ ഇനിയിപ്പോൾ അധികമൊന്നും ഇല്ലല്ലോ, ഇനി ഫൈനൽസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്പിരിറ്റിൽ തന്നെ
അഞ്ജു അരവിന്ദ്. അഞ്ജന അപ്പുകുട്ടൻ. അനില ശ്രീകുമാർ. നിഷ സാരംഗ്. അല്ല അങ്ങനെയൊക്കെ ഇനി ട്വിസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ബോധം കാണാൻ പറ്റും. അപ്പൊ 4 പേരായി കഴിഞ്ഞു. ഇനി 2 more persons left. ചാരുത. ആൻഡ് ലാസ്റ്റ് ഒരാള് കൂടി ഉണ്ട് ബാക്കി. അത്രേ ഉള്ളൂ, അല്ലാതെ നിവർത്തിയില്ല. അതാരായിരിക്കാം? ഡിംപിൾ റോസ്. അങ്ങനെ 6 ഫൈനലിസ്റ്റുകൾ എത്തിക്കഴിഞ്ഞു. എനിവേ ബാക്കിയുള്ളവരെല്ലാവരും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. സരികയാണെങ്കിലും സംഗീതമാണെങ്കിലും ശാലിനി ആണെങ്കിലും ഇതുവരെയുള്ള ചില റൗണ്ട്സിലൊക്കെ കുറച്ച് ഇതായിരുന്നു. വീണയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്തു. വീണയ്ക്ക് പക്ഷേ 2-3 റൗണ്ട്സ് മിസ് ഔട്ട് ആവുകയും ചെയ്തു. ഇപ്പം ഈ സെമിയിൽ വരാനും പറ്റില്ല. അതെ തന്നെ. അപ്പം നിങ്ങളുടെ ഇതിലും കുറേ നല്ല റൗണ്ട്സ് ഉണ്ടായിരുന്നു, കുറേ പക്ഷെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. സരികയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വന്ന ആൾക്കാരാണ്. ഈവൻ സംഗീതം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ശാലിനി ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇവരുടെ ആ കൂട്ടത്തിൽ ഇങ്ങനെ കുറേ ആൾക്കാരെ ഇങ്ങനെ നോക്കി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരുപാട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് പെട്ടെന്ന് വന്ന ടോട്ടൽ ഇവാലുവേഷൻ തീരുമാനം. ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം ഒന്ന് തന്നെയാണ്. ഒന്നിച്ചൊരു ഡിസ്കഷനിലാണല്ലോ ഞങ്ങളൊരു തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ ഇനി ഫൈനൽസ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസസ് ഒക്കെ വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി അല്ലേ എസ്പെഷ്യലി നിങ്ങളുടെ 3 പേരുടെയും എടുത്ത് പറയാനാണെങ്കിൽ സരികയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭയങ്കര സന്തോഷമുണ്ട്. എന്താ അല്ല ഇത്രയും ഉണ്ടാക്കാൻ പറ്റില്ല ശരിക്കും. കേക്കും എന്താ പറയുക അങ്ങനത്തെ പുഡിങ്ങൊന്നും നമ്മൾ വീട്ടിൽ ഒരിക്കലും ഉണ്ടാക്കൂല. അപ്പം അത് ഇവിടെ വന്നുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടം. അതാണ് മെയിൻ ഉദ്ദേശം ഞങ്ങളുടെ എന്റർടൈൻമെന്റ് സോൺ. ഇതൊക്കെയാണ് ഞങ്ങളുടെ എന്റർടൈൻമെന്റ് സോണിന്റെ ഒരു എന്താ പറയാ ഒരു നെടും തൂണായിരുന്നു സരിക. അല്ല സരിക തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ചാമ്പ്യൻ എന്ന് പറയാം. ഞങ്ങളെ എയിം വരുമ്പോൾ തന്നെ ഞാൻ നമ്മളെ ഏത് പാട്ട് പാടുക ഏത് ഡാൻസ് അതില് ഫസ്റ്റ് പ്രൈസ് സരികയ്ക്ക് നമുക്ക് കൊടുക്കാം അല്ലേ? എന്റർടൈൻമെന്റ് സോൺ. സംഗീത എന്തായാലും ഇവിടെ വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഈ റൗണ്ട്സൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ഒന്നും അറിയാത്ത ഏറ്റവും താഴെ നിന്ന് വന്നതാണ്. അപ്പോൾ അത് പിന്നെ അതുപോലെ ഈ കേക്കൊക്കെ ചേച്ചി പറഞ്ഞില്ലേ ബെസ്റ്റ് കേക്ക് എൻ്റെതായിരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് അപ്പം തന്നെ എനിക്ക് ഒരു സമ്മാനം കിട്ടിയൊരു ഫീലായിരുന്നു. എന്തായാലും സെമി ഫൈനൽ വരെ വരാൻ കഴിഞ്ഞല്ലോ. കാരണം എലിമിനേഷൻ നേരത്തെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പോയേനായിരുന്നു. എന്നാലും ഇവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇവരെ വീണ്ടും കാണാൻ പറ്റുമല്ലോ. അപ്പം എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷമാണ്. ശരിക്കും സംഗീതയുടെ ചില റൗണ്ട്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 1-2 വിഭവങ്ങൾ എസ്പെഷ്യലി കേക്ക് പലരും ഫ്ലോപ്പായി എടുത്ത് സംഗീതം നന്നായി. അങ്ങനെ എടുത്തു പറയാവുന്ന എനിക്കൊരു പുഡിങ്ങിലും അതുപോലെ എന്തോ ഉണ്ടായിരുന്നു. പഞ്ചാബി പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ സംഗീതം സ്കോർ ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരുപാട് ബഡ്ജറ്റ് റൗണ്ടിലൊക്കെ ഭയങ്കരമായിട്ട് സർപ്രൈസ് റൗണ്ടൊക്കെ തരുമ്പോഴാണ് ഇതായി പോണേ. ആൻഡ് ശാലിനിയുടെ കേസിൽ ശാലിനിക്ക് എന്താ പറയുക? എനിക്കും ഇതേപോലെ ഏറ്റവും 0 എന്ന് വന്നതാണ്. ഞാൻ ഒന്നും അങ്ങനെ കുക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. ചെറുതായിട്ടൊക്കെ അറിയാം, എന്നാലും ഇതേപോലെ വലിയ സംഭവങ്ങളൊന്നും അറിയില്ല. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി, കുക്കിങ്ങിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. ഇപ്പോൾ ഈ ഒരു റിയാലിറ്റി ഷോ കൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായി. അതെ ഇനി കൂടുതൽ നല്ല ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇനി അതൊരു പ്രചോദനമാകട്ടെ വാസ്തവത്തിൽ. മോർ ഇൻ ടു കുക്കിംഗ് അല്ലേ? കുക്കിങ്ങിലേക്ക് കൂടുതൽ താല്പര്യം. പിന്നെ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ 3 പേരുടെയും അഭിപ്രായങ്ങൾ അറിയുന്നു. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കാണാനുണ്ട്. അഞ്ജുവിനും കൂടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് വളരെയധികം സന്തോഷം. ഇപ്പം ഇത്രയും ഫൈനൽസ് വരെ എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതൊന്നുമല്ല. ഞാൻ എന്താ വെച്ചാൽ പിന്നെ കുക്കിങ്ങിനോട് ലക്ഷ്മി ചേച്ചി ഈ ഒരു ഷോ കൊണ്ട് കുക്കിങ്ങിനോട് ഭയങ്കര അങ്ങേയറ്റത്തെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും ഒക്കെ വന്ന ഒരു ഫീലാണ് എനിക്കുള്ളത്.
സാധാരണ വീട്ടിലാണെങ്കിൽ ശരി കുക്കിംഗ് ഓക്കെ അത്ര ഇതില്ല എന്നുള്ള, പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയത് ഈ ഒരു ഷോയിൽ കൂടിയാണ്. കുക്കിങ്ങിനോട് അത്രയധികം ഇഷ്ടം വന്നു തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് പോലെ ഇതൊരു തുടക്കമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഈ ഒരു ഷോയിൽ വളരെയധികം. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം കുറച്ച് ഒരു 2 വാക്ക് വെച്ചിട്ട് ഓരോരുത്തർക്കും പറയാൻ പറ്റിയാൽ നല്ലതായിരിക്കും അല്ലേ? പോകുന്ന ഫ്രണ്ട്സിനെ കുറിച്ച്, ഇവരുടെ കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും ഈ ഷോ തീരുന്നതോടുകൂടി എല്ലാവരെയും മിസ് ചെയ്യും. ഇപ്പം ഒരു റൗണ്ടും കൂടി ഉണ്ട് നമ്മൾ ഒരുമിച്ച്. പക്ഷേ സരിക ഇവർ ഈ 2-3 പേരില്ല, 2-3 പേരില്ലെങ്കിലും എല്ലാവരെയും ഇതോടുകൂടി നമ്മൾ പ്രത്യേകിച്ച് ചേച്ചിയും കൃഷ്ണയും എല്ലാവരെയും മിസ് ചെയ്യും. ഹോൾ ക്രൂ എല്ലാവരെയും മിസ് ചെയ്യും. എന്തായാലും എല്ലാത്തിനും ഒരു എൻഡ് വേണമല്ലോ. അതുകൊണ്ട് എല്ലാം ഇതൊരു തുടക്കമായിട്ട് തന്നെ എടുക്കുകയാണ് ചേച്ചി. ഓക്കെ ഫൈൻ. ഇവരൊന്നും ഇല്ലാതെ ഒരു ഫൈനലിലേക്ക് ഒരു ബോറിംഗ് അല്ലേ? ബോറിംഗ് മാത്രമല്ല, സങ്കടമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് എല്ലാവരും പക്ഷെ അവരത് വളരെ സ്പോർട്ടീവായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അവർക്ക് ഇനി അധികം ഒന്നും ഇല്ലല്ലോ, 2-3 എപ്പിസോഡിലെ ഫൈനൽസ് വരുന്നുള്ളൂ. അതുവരെ അവരുണ്ടായിരുന്നു. അനില പറഞ്ഞ എല്ലാത്തിനും ഒരു ഫൈനൽ ആവശ്യമാണല്ലോ. അതെ, എല്ലാത്തിനും ഒരു അവസരം. ഇനിയിപ്പോ ഫൈനലിസ്റ്റുകളായി കഴിഞ്ഞു 6 പേര്. അതിൽ തന്നെ 3 പേരല്ലേ 1ാം സമ്മാനം 2-3 വാങ്ങുള്ളൂ. പിന്നെ ഏറ്റവും എടുത്ത് പറഞ്ഞ ഇവിടെ വന്നത് കൊണ്ട് ഇനിയിപ്പോൾ സരികയും സംഗീതം എല്ലാം പറഞ്ഞു. ഞാൻ കേക്ക് പുഡിങ്ങോ ഒന്നും ലൈഫിൽ ഉണ്ടാക്കാത്ത ആളായിരുന്നു. ഇവിടെ വന്നുകൊണ്ട് അതൊക്കെ ഞാൻ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ പിന്നെ ചേച്ചിയുടെ നിന്ന് കുറേ നമുക്ക് ആവശ്യമുള്ള ഒരുപാട്. അത് മാത്രമല്ല ചേച്ചി, നമ്മളെ സീരിയൽസിനെക്കാളും ഒരുപാട് പേര് വ്യൂവേഴ്സ് ഇതിലുണ്ട്. ഞങ്ങളുടെ എൻ്റെ അടുത്ത് പലരും വിളിച്ച് റെസിപ്പീസൊക്കെ ചോദിക്കാറുണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇപ്പോൾ സീരിയൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിലിം ആക്ട്രസ്സുകൾ ഒന്നും അറിയില്ല. അവർക്ക് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് പലർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു. മാറി. അപ്പോൾ ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ ഇപ്പോൾ FB-ലാണെങ്കിലൊക്കെ ഒരുപാട് SMS വന്ന് കിടക്കുക, അതെങ്ങനെ ഉണ്ടാക്കണേ, നിങ്ങൾ അതെങ്ങനെ ഉണ്ടാക്കിയേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പല ചോദിച്ചത്. അപ്പോൾ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലും ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ സീരിയൽസിനെക്കാൾ ആദ്യം ചോദിക്കുന്നത് ഷോ കാണാറുണ്ട് കേട്ടോ. അതെ. അപ്പോൾ കുറച്ച് ഞങ്ങളെല്ലാവരും കുറച്ചും കൂടെ ഇതിലൂടെയാണ് അറിയപ്പെട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കൈരളിയോടും ചേച്ചിയോടും കൃഷ്ണയോടും ഒക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നായേക്കാളും എനിക്ക് വിഷമം സരികേച്ചി ഔട്ടായാലാണ് പ്രത്യേകിച്ച്. കാരണം ഞാനൊന്ന് ഡൗൺ ആയാൽ എന്നെ ബാക്കപ്പ് ചെയ്യാനുള്ള ഒരാളാണ് സരിക ചേച്ചി. സരികയ്ക്ക് കുഴപ്പമില്ല, ഡിമ്പിള് കറിയതിൽ സന്തോഷം. അല്ല എന്നാലും എപ്പോഴും ബാക്കപ്പ് ചെയ്തിരുന്ന ആളല്ലേ അല്ലേ? അതെ. പിന്നെ ഇവിടെ വന്നിട്ട് എന്തായാലും മമ്മിക്ക് എന്താ ഒരു ക്ലാസ്സിലേക്ക് വന്ന പോലെയാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് മേഖലകൾ കുക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി ഇവിടെ വന്നതിന് ശേഷം. ശരിക്കും ഒരു സ്റ്റഡി ക്ലാസ് തന്നെയാണ്, ഒരു കോഴ്സായിരുന്നു ശരിക്കും. ആദ്യം എന്തെങ്കിലും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ അറിയായിരുന്നു. പക്ഷേ കിച്ചൺ മാജിക്കിൽ വന്നതിന് ശേഷം ഓരോ കുക്കിംഗ് പ്രോഗ്രാം കാണുമ്പോഴും ഒരു ബുക്ക് വായിക്കുമ്പോഴും ഇതിൽ വരുമോ ഇല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ ചിന്ത. അപ്പം പിന്നെ ഭയങ്കര ഇഷ്ടമായി, കുക്കിംഗ് ആസ്വദിച്ചു തുടങ്ങി. അതുപോലെ ഇന്നിപ്പോൾ ഇവർ 3 പേരും പോണു എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് സോണും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയൊരു എൻ്റർടൈൻമെൻറ്റ് സോൺ ഞങ്ങളുടെ റൂമിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് പോയാലും 1 മണി 2 മണി 12:30 വരെ വർത്താനവും ഓരോ ആൾക്കാരെ ചെയ്ത പറയുന്നത് ഇതിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ വേറെ കാര്യങ്ങളായിരിക്കും, വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പൊ അതൊക്കെ ശരിക്കും മിസ് ചെയ്യും. കാരണം ഇത്രയും ഷൂട്ടിങ് ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വന്നത്. പക്ഷേ ശരിക്കും അതിൽ വന്നത് തന്നെ ആ ഒരു മിസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു വന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിച്ചൺ മാജിക്. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞ്. പിന്നെ ഇവർ 3 പേരും മിസ് ചെയ്യും. അതേ ദിവസം മിസ് ചെയ്യില്ല, ഒരു ദിവസത്തെ ഷൂട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഫൈനലിൽ ഒരു ഉണ്ടാവണം എന്നൊരു ആഗ്രഹം. അവര് വരും ഫൈനൽ കാണാൻ, തീർച്ചയായിട്ടും. ഇല്ലാതെ എന്താ ആഘോഷം. പിന്നെ നമ്മൾ സാധാരണ സീരിയലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ആൾക്കാർ കൂടുതൽ അംഗീകരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ചേട്ടന്മാരൊക്കെ സീരിയൽ കാണുമ്പോൾ ഒരു ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ ഈ പ്രോഗ്രാംസ് സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാരാണ് കാണുന്നത്. അത് ഭയങ്കര ഒരു സന്തോഷം. എനിവേ കൊള്ളാം, സന്തോഷം തന്നെയാണ്. എന്തായാലും ഇവർ പറഞ്ഞതുപോലെ നിങ്ങളെ 3 പേരെയും നമ്മൾ മിസ് ചെയ്യും. പക്ഷെ കുഴപ്പമില്ല, നിങ്ങളുമായിട്ട് ഇനിയും
എപ്പോഴും കാണാവുന്ന ആൾക്കാർ തന്നെയല്ലേ. അങ്ങനെ ഒരു മെസ്സി കാര്യം ലാസ്റ്റ് മിനിറ്റിൽ മാറുന്ന ഒരു ചെറിയ ഒരു ഇടവേള മാത്രമാണ്. നിങ്ങൾ ആ രീതിയിൽ എടുത്താൽ മതി. നിങ്ങൾ അവരിൽ നിന്ന് ഒട്ടും പിന്നിലല്ല, നിങ്ങളെല്ലാവരും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ ചില റൗണ്ട്സിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നു. പിന്നെ എല്ലാവർക്കും കയറി ഫൈനൽ വരെ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു തീരുമാനം. ദാറ്റ്സ് ഓൾ. സ്പോർട്ടീവായിട്ട്. അതെ, ഓൾ ദ ബെസ്റ്റ്. ഇനി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്. അടുത്ത റൗണ്ടിലേക്ക്. ഓക്കെ, ഫൈനലിസ്റ്റ്. ഓക്കെ, ബൈ. അപ്പോൾ സെമി ഫൈനൽസിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇനിയും കാഴ്ചകൾ ബാക്കിയുണ്ട്. ഫൈനൽസ് ആയിട്ടില്ല. കുറച്ച് മത്സരാർത്ഥികൾ ഫൈനൽസിലേക്ക് ഫൈനലിസ്റ്റുകളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കി കാഴ്ചകൾക്കായി കാത്തിരിക്കുക. അതുവരെ ഗുഡ് നൈറ്റ്.